1999 സമസ്ത കേരള വിളക്കിത്തല നായർ സമാജം എന്ന് പറയുന്ന സംഘടന ആദ്യമായി രൂപം കൊള്ളുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിനുശേഷമാണ് SNDP ഉണ്ടാകുന്നത് 1903 കാലഘട്ടത്തിൽ. പിന്നെ മഹാത്മാ യജമാനൻ അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം മറ്റിതര സംഘടനകളൊക്കെ ഉണ്ടാകുന്നത് 1899 ആദ്യത്തെ നായർ പേരിലെ സംഘടന സമസ്ത കേരള വിളക്കിത്തല നായർ സമാജം എന്ന് പറയുന്ന സംഘടന സ്വർഗീയ ഷടാനന്ദൻ നായർ രൂപീകരിച്ചതിന് ശേഷം മാത്രമാണ്. അതിനുശേഷമാണ് മറ്റുള്ള എല്ലാ സംഘടനകളും കേരളത്തിൽ രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെ പിന്നീട് ആ ലക്ഷ്യം പിന്തുടർന്നാണ് സ്വർഗീയ മന്നത്ത് പത്മനാഭൻ മുമ്പോട്ട് പ്രവർത്തിച്ചത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. എന്താണ് അതിന്റെ കാരണം? ഷടാനന്ദൻ നായരുടെ ലക്ഷ്യം തന്നെ ഷടാനന്ദൻ നായരും C കൃഷ്ണപിള്ളയും ആയിരുന്നു നായർ ഏകീകരണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം ബാധിച്ചത്. എന്താണ് നായർ ഏകീകരണം? ഈ 116 നായർ വിഭാഗങ്ങളെയും അതിനകത്ത് ഇതുപോലുള്ള ഉപജാതി വ്യവസ്ഥകൾ ഇല്ലാതാക്കി ഒറ്റ നായറാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ നായറാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചത് C കൃഷ്ണപിള്ളയും അതോടൊപ്പം ഷടാനന്ദൻ നായരുമായിരുന്നു. അതിനുവേണ്ടിയിട്ട് 1904 തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ നായർ ഏകീകരണത്തിൽ അതിന്റെ പ്രമേയം അവതരിപ്പിച്ചത് പോലും ഷടാനന്ദൻ നായരാണ്. അതുകൊണ്ട് തീരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം. എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ മലയാളി മെമ്മോറിയലിനെ പറ്റി നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇവിടെ നമ്മൾ അദ്ദേഹത്തിന്റെ ഈ ചരിത്രത്തിന്റെ താളുകളിൽ നിന്നെല്ലാം അദ്ദേഹത്തിന്റെ പേര് വെട്ടി മാറ്റിയിരിക്കുകയാണ്. GP ബാരിസ്റ്റർ പിള്ള, അതോടൊപ്പം തന്നെ ഡോക്ടർ പൽപ്പു ഉൾപ്പെടെയുള്ളവർ അവർക്കൊപ്പം ഏറ്റവും അധികം തലയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സ്വർഗീയ ഷടാനന്ദൻ നായർ. പക്ഷെ മലയാളി മെമ്മോറിയലിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഷടാനന്ദൻ നായരുടെ പേരുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിച്ചു നോക്കണം. മനസ്സിലായില്ലേ? പക്ഷെ ഇത് നമ്മൾ ഇതിനെല്ലാം പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ മറ്റു സമുദായങ്ങളും ജനങ്ങളും അറിയുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. അപ്പോ അധികാരമുള്ളവൻ എഴുതിയ വികൃതമായ ചരിത്രമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ അധികാരമുള്ളവൻ അന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അവന്റെ അധികാരം ഉപയോഗിച്ച് അവന്റെ ചരിത്രങ്ങൾ എഴുതി അവനാണ് വലുത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു നമ്മളെപ്പോലുള്ളവരുടെ ചരിത്രം മാറ്റി നിർത്തി. ഷടാനന്ദൻ നായരുടെ ചരിത്രം പോലും മുക്കിക്കളയുകയും പിന്നീട് 2018 ശേഷം വിളക്കിത്തല നായർ സഭയും അതോടൊപ്പം തന്നെ നമ്മുടെ ട്രസ്റ്റും ആചാര്യ അപ്പാവോദ്യം ഷടാനന്ദ സ്വാമി ചാരിറ്റബിൾ ട്രസ്റ്റും ഒക്കെ തന്നെ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുകയും 2023 രജിസ്റ്റർ ചെയ്യുന്നത് വരെ നമ്മുടെ ഈ സമുദായത്തിലെയും പലരെയും കണ്ടെത്തി നമ്മൾ സഹായഹസ്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ചരിത്രങ്ങൾ നമ്മൾ കണ്ടെത്തി പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് ഇന്ന് കേരളത്തിലെ ആദ്യത്തെ നായർ സംഘടന രൂപീകരിച്ചത് നമ്മളാണ് എന്നുള്ള രീതിയിൽ വരുന്നത്. എന്നാൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കി വരാണ്. ബുദ്ധിപൂർവമാണ് ഒഴിവാക്കി വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ അറിയുന്നത് പോലെയൊന്നുമല്ല. നിങ്ങളൊക്കെ ഇവിടെ വന്നിരുന്ന് നിസ്സാരമായിട്ട് ഈ അരമണിക്കൂറോ ഇല്ലെങ്കിൽ 1 മണിക്കൂറിന് വേണ്ടി നിങ്ങൾ ഇരിക്കുമ്പോൾ ഇതിന്റെ പുറകെ ഞങ്ങൾ എത്ര കേസ് ഞങ്ങൾ പറയുന്നു എന്ന് ബഹുമാനപ്പെട്ട രാജേഷിന് അറിയാം, ശ്രീമാൻ അജിക്ക് അറിയാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതിന്റെ പേരിൽ കേസ് കോടതിയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. അപ്പോ കാരണം ഒരിക്കലും ഉയർന്നു വരില്ല എന്ന് പറഞ്ഞ ഒരു ചരിത്രത്തെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മുളയ്ക്കാൻ വിധിക്കപ്പെട്ട വിത്തുകളാണെങ്കിൽ അവയെ എത്ര മൂടി വെച്ചാലും ഒരു നാൾ അവ മുളച്ചു വരിക തന്നെ ചെയ്യും. അതിന്റെ വിധിയാണ്. അത്